ഇതൊരു ട്രക്കിങ് മാതിരി തന്നെയാണ് ഗൈസ്. ഈ കൊക്കോ മരത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്നത്. രണ്ടൊക്കെ കട്ട് ചെയ്തവരാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെൽമെറ്റ് ഒക്കെ വെച്ചേക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ ഇന്ന് ട്രെയിനിലല്ല ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്വന്തം സാരഥിയായ എൻ്റെ ടൂ വീലറിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ സാരം. നമ്മളിന്ന് ഇവനെ കൊണ്ട് എവിടെ പോവാണ്? നമ്മളിന്ന് ഇവനെ കൊണ്ട് മൂന്നാർ വരെ പോവാണ്. ഞാൻ മോസ്റ്റ് ഓഫ് എനിക്ക് എറണാകുളത്തിനടുത്ത് എവിടെയെങ്കിലും പോകാൻ തോന്നുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മോസ്റ്റ് ഓഫ് പോകുന്നൊരു സ്ഥലമാണ് മൂന്നാർ. അവിടെ ഞാനൊരു സ്റ്റേയിൽ നിൽക്കാറുണ്ട്. ഒരു ടെൻറ്റ് സ്റ്റേ ആണ്. ആ സ്റ്റേനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7:48 ആയിട്ടുണ്ട്. ആക്ച്വലി 6 മണിക്ക് ഇറങ്ങണമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷേ എണ്ണിച്ചില്ല ഗൈസ്. അപ്പം 7:48 ആയിട്ടുണ്ട്. എത്ര മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോകാം. കോതമംഗലം മൂന്നാർ ഹൈവേയാണ്. ഈ റെസ്റ്റോറൻറ്റ് അടച്ചേക്ക്. ഇവിടെ ഒരു കടയില്ലേടേ. സ്കൂൾ ടൈം ആയതുകൊണ്ടെല്ലാം പിള്ളേർ സ്കൂളിൽ പോകാനായിട്ട് പോയാൽ 9 മണിയായി. പക്ഷെ ഇതുവരെ ഒരു കടയും തുറന്നിട്ടുള്ള ഗൈസ്. മൂവാറ്റുപുഴ എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നില്ലേ ഞാൻ. ഇവിടൊരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ലക്ഷ്മി ഭവൻ എന്ന് പറഞ്ഞ വെജ് റെസ്റ്റോറൻറ്റ്. സ്ഥിരമായിട്ട് മൂന്നാർ പോകുമ്പോൾ ലഞ്ച് കഴിക്കാൻ കയറുന്ന കടയാണ്. ഇവിടുത്തെ ലഞ്ച് അത്യാവശ്യം നല്ല ലഞ്ചാണ്, വെജാണ്. ശ്രീ ലക്ഷ്മി ഭവൻ പ്യുവർ വെജിറ്റേറിയൻ. ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാനപ്പോൾ പൂരിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പൂരിയോടെ എന്തെങ്കിലും ജ്യൂസ് വേണോ? ചായ വേണ്ട, പൂരി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കാം ഇവിടുത്തെ പൂരി എങ്ങനെ ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഊണ് അടിപൊളിയാണ് ഇവിടുത്തെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പൂരിയും കറിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എനിക്ക് കിട്ടിയേക്കുന്നത് 3 പൂരി. 3 പൂരി ഞാൻ കഴിക്കണമെന്നൊക്കെ അറിഞ്ഞുകൂടാ. 3 പൂരി, പിന്നെന്താ കറി, ബാജി ഉണ്ട്, പിന്നെ ചട്നി ഉണ്ട്. നമുക്ക് ഫ്രൈ നോക്കാം. ഓടില്ല ചട്നി കുടിക്കുന്നത് കഴിച്ചോട്ടെ. ഇത് എന്നും മുതല പൂരിയുടെ കൂടെ തേങ്ങ ചട്നി കൊടുക്കാൻ തുടങ്ങിയത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ 2-3 വട്ടമായിട്ട് കാണുന്നു. ബാജി നല്ലത്, ബാജിയുടെ നല്ലത്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാവേ. ഞാനൊരു സെറ്റ് പൂരിയായിരുന്നു വാങ്ങിയത്. 3 പൂരി ബാജി ചട്നിക്കും കൂടെ 80 രൂപയാണ് ആയത്. റീസണബിളാണ്, നല്ല റീസണബിളാണ്. അപ്പം മൂവാറ്റുപുഴ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിക്കാൻ മറക്കല്. അടിപൊളി സ്പോട്ടാണ്. ഇവരുടെ ലഞ്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നോക്കി, കൊള്ളാം, നല്ലതാണ്. ഗൈസ്, നമ്മളങ്ങനെ മൂന്നാറിൻ്റെ കവാടത്തിലെത്തേക്കാണ്. നമ്മൾ നേര്യമംഗലം കാട് കയറാൻ പോകാം കേട്ടോ. ഇത് ആ കാണുന്നതാണ് നേര്യമംഗലം പാലം. ഇപ്പുറത്ത് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി മോസ്റ്റ് ഓഫ് വൈകുന്നേരം വരുന്നതുകൊണ്ട് ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വേണമെന്ന് ശരിക്കും ആസ്വദിക്കാൻ. അപ്പോൾ നമുക്ക് കാട് കയറാം. 1935 ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ പാലം തുറന്നു കൊടുത്തത്. ഒരുപാട് വർഷത്തിന്റെ ചരിത്രമുണ്ട് ഈ ഒരു പാലത്തിന്. റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ പുതിയൊരു പാലം തൊട്ടപ്പുറത്ത് തന്നെ പണി കഴിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 പ്രളയം അതിജീവിച്ച പാലമാണിത്. 1961 പിന്നെ 2018.
നമ്മൾ നേര്യമംഗലം കാടിനുള്ളിൽ കൂടെയാണ് കേട്ടോ പോകുന്നത്. രാവിലെ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഈ ഒരു റൂട്ടിൽ ആന ഇറങ്ങാറുണ്ടെന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോകുന്ന വഴി കുറേ വാർണിംഗ് ബോർഡ്സ് കാണാൻ പറ്റും. ആന ഇറങ്ങാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ കൂടുതലും ബോർഡ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നേര്യമംഗലം. അതുകൊണ്ട് തന്നെ ചിറാപ്പുഞ്ചി ഓഫ് കേരള എന്ന് നമ്മുടെ നേര്യമംഗലം കാടിനെ വിളിക്കാറുണ്ട്. പിന്നെ നമുക്ക് മൂന്നാർക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ജൂൺ ടു ഡിസംബർ ടൈമാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും അവിടെ. നമ്മൾ മൂന്നാർ പോയ ഈ ഒരു ടൈം നല്ല കിടിലൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു നേര്യമംഗലം കാട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ കാട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കിടിലൻ വൈബ്, നല്ല കിടിലൻ തണുപ്പുമായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൽ മെയിനായിട്ട് 2 വാട്ടർഫോൾസ് ആണ് വരുന്നത്. ഒന്ന് ചീയപ്പാറ വാട്ടർഫോൾസും 2 വാളറ വാട്ടർഫോൾസും. അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിനടുത്ത് എത്തി. മുകളിൽ നിന്ന് 7 സ്റ്റെപ്പായിട്ടാണ് ഇത് താഴോട്ട് വരുന്നത്. ഇതൊരു ക്ലിഫ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. ഇതിനടുത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ടോ പോകുമ്പോൾ ഇതിനടുത്ത് ഇറങ്ങിയിട്ട് കുറച്ച് എൻജോയ് ചെയ്ത് വൈബൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു വാട്ടർഫോളിനടുത്ത് ഒരുപാട് കുരങ്ങുകളുണ്ടാവും. ഈ ഒരു വാട്ടർഫോൾ എന്നല്ല, ഈ റൂട്ടിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് പകൽ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കുരങ്ങുകളെ ആയിരിക്കും. അതിനുശേഷം ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമുക്ക് വാളറ വാട്ടർഫോൾസ് കാണാൻ പറ്റും. അത് പക്ഷേ റോഡ് സൈഡിലല്ല കേട്ടോ, നമുക്ക് റോഡിലെ പാലത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വാട്ടർഫോളാണിത്. നമ്മുടെ റിവർ റോക്ക് ഹോം സ്റ്റേ. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലെത്തി. അതാണ് നമ്മുടെ ടെൻറ്റ്. നല്ല കിഡിലൻ ഹോം സ്റ്റേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്ക് കിഡിലൻ ഹോം സ്റ്റേ ആട്ടോ. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കരുത്, കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ നല്ല ഹോം സ്റ്റേ ആണ്. നമുക്ക് താഴെ ഒരു റിവറൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോകാനൊക്കെ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിവിടെ മിക്കപ്പോഴും മൂന്നാർ വരുവാണെങ്കിൽ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ ഒരു അച്ഛനുണ്ട്, ഇതുപോലെ പാവം പിടിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആ അച്ഛൻ്റെയും കൂടെ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നത്. ആ ഒരു ഹോസ്പിറ്റാലിറ്റി കൊണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഇതിന് താഴെയായിട്ടാണ് നമ്മൾ വണ്ടി വെച്ചേക്കുന്നത്. ഇവിടെ പിന്നെ കാർ ഇടാൻ ഇവിടെ സൗകര്യമുണ്ട്. ഇനി നമുക്ക് ബാഗ് എടുത്തിട്ട് താഴോട്ട് പോയിട്ട് റൂമൊക്കെ ഒന്ന് കാണാം. ഹെൽമെറ്റ് ഞാൻ ഊരി വണ്ടിയിൽ വെച്ചു. എൻ്റെ മുഖം മൊത്തം ചെളിയായി. റോഡിൽ പണി നടക്കുന്നതുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ പുകയുണ്ടല്ലോ, അത് പിന്നെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതാണ് ഹോം സ്റ്റേ. ഇതാണ് ഹോം സ്റ്റേയിലോട്ട് പോകാനുള്ള വഴി. സൂക്ഷിച്ചും കണ്ടു ഇറങ്ങണം. എന്നെപ്പോലുള്ള ആൾക്കാർ സൂക്ഷിച്ചും കണ്ടു ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ക്ലംസിയാണ്. പടേന്ന് പറഞ്ഞിട്ടാണ് സൗണ്ട് കേൾക്കണ്ട, പുഴയുടെ സൗണ്ടാണത്. എൻ്റെ പൊന്നെ, ഇത് കണ്ട, ഇതൊരു ട്രക്കിങ് മാതിരി തന്നെയാണ് ഗൈസ്. ഞാൻ ഇവിടെ ഫസ്റ്റ് വന്ന ഇപ്പോഴത്തേനും തന്നെ വീണായിരുന്നു. വീണില്ല. ഹായ്, ഇതാണ് നമ്മുടെ അച്ഛൻ. ഹായ് പറയൂ. ഞാനാണോ പറയണ്ടായിരുന്നു. ഈ കൊക്കോ മരത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ സ്റ്റേയിലോട്ട് പോകുന്നത്. ആ വലിയൊരു പോയിട്ട് വന്ന് ദേ കണ്ട കാപ്പിക്കുരു ആണ് ഇതൊക്കെ. കുരുമുളകുണ്ട്. ഇതാണ് ടെൻറ്റുകൾ വരുന്നത്. ഞാൻ തെന്നി വീണെന്ന് പറഞ്ഞില്ലേ, ദവിടെയാണ് ഞാൻ അന്ന് തെന്നിയത്. ദവിടെ ഇതൊക്കെയാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത്. 18 പേർക്കോളം ഈ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കാൻ പറ്റും.
നല്ല കിഡിലൻ ആംബിയൻസ് ആണ്. കണ്ടാ പുഴ, കണ്ടാ പുഴ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്കാകുമ്പോഴത്തേക്കും പുഴയിലിറങ്ങാം. നമുക്ക് അച്ഛൻ്റെ പറയുന്നത് പോവാം. ഏത് ടെൻറ്റിൽ വെള്ളം കയറിക്കോളാനാണ് അച്ഛൻ പറയുന്നത്. ഇങ്ങനെയാണ് ടെൻറ്റ്. ഫ്രണ്ടിലൊരു 2 ചെയറും ഒരു ടേബിളും ഒക്കെ ഉണ്ട്. നല്ല ആംബിയൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ റൂം. കമ്പിളി നാരങ്ങ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇഷ്ടം പോലെ കമ്പിളി നാരങ്ങയുണ്ട്. ഇറങ്ങുമ്പോഴേ നമ്മൾ സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാനായിട്ട്. എല്ലാം മുക്കും കുത്തി താഴെ കിടക്കും. ഈ ടെൻറ്റിലാണ് കുറച്ചുകൂടെ വ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. കണ്ട, ഓ വ്യൂ ഉണ്ടോ? വ്യൂ നൈസല്ലേ? ഈ ടെൻറ്റും സെയിം തന്നെയാണ് റൂം വരുന്നത്. നമ്മുടെ അച്ഛൻ നമുക്ക് ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് തരികയാണ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഫാനുണ്ട്. AC പ്രതീക്ഷിക്കേണ്ട, AC ഇല്ല. ഒരു വാഷ്റൂമുണ്ട്. പിന്നെന്താ, വാഷ്റൂം ഞാൻ കാണിക്കാവേ. ടെൻറ്റിലെ വാഷ്റൂം വരുന്നത് അങ്ങനെ. ഞാൻ ഡ്രസ്സൊക്കെ മാറി, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഞാൻ എൻ്റെ ഫേസ് വാഷ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. എൻ്റെ ഉണ്ടായിരുന്ന സോപ്പ് വെച്ച് ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ബ്യൂട്ടിഫുൾ സീനറി കാണാൻ വന്നേക്കാണ്. ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് ആക്ച്വലി സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നെങ്ങും പോകുന്നില്ല. ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ഞാനിവിടെ സമാധാനമായിട്ട് റിലാക്സ് ചെയ്യാൻ പോവാണ്. ഈ ഒരു സ്റ്റേയുടെ പ്രത്യേകത തന്നെ അതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് റിലാക്സ് ചെയ്യാൻ ഒരു സ്റ്റേക്കേഷൻ, ഒരു 18 പേരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ ഗ്രൂപ്പ് ഓഫ് കൊലീഗ്സോ ഫാമിലീസോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നൊരു 18 പേരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതേ ആ പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല റിലാക്സേഷൻ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് മൂന്നാറല്ല, എക്സാക്റ്റ് മൂന്നാറല്ല, ഇത് ആനച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്റ്റേ വരുന്നത്. പിന്നെ ഇവിടെ ഒരാൾക്ക് സ്റ്റേ വരുന്നത് എങ്ങനെ പോയാലും 700 രൂപ. 2 പേരൊരു സ്റ്റേ എടുക്കുകയാണെങ്കിൽ, ഒരു ടെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 700 രൂപയെ വരുള്ളൂ. പിന്നെ സീസൺ അനുസരിച്ച് മാറും, അത് വേറെ. ഞാൻ സീസൺ ടൈമിലല്ല എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒക്ടോബറാണ്. ഇപ്പോഴും എനിക്ക് 1400 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ്. ഇത് വേറൊരു കാര്യം, ഇത് പ്രൊമോഷനല്ല, ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവം കൊണ്ട് ഞാനിത് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പുഴയിലോട്ട് പോകാം. മഴയില്ലെങ്കിൽ, ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കാണുന്നില്ലേ ആ ഒരു മരം, ആ മരത്തിന് പുറകിൽ മലയുണ്ട്. മഞ്ഞ് കാരണം കാണുന്നില്ല മല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള സ്റ്റേ അല്ല കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നോർമൽ സ്റ്റേ ആണ്. പക്ഷേ ഈ സ്റ്റേ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും. അപ്പം ഒരുപാട് പ്രതീക്ഷകൾ വെക്കണ്ട. ഞാനൊക്കെ ട്രാവൽ ചെയ്യുന്ന രീതി വെച്ച് എനിക്കൊക്കെ ഇത് ഓക്കെയാണ്. ചിലർക്ക് ഇത് ഓക്കെ ആയിട്ട് വരില്ല, ചിലപ്പോൾ ചിലർക്ക് ഓക്കെ ആയിട്ട് വരില്ല. പക്ഷേ സ്റ്റേ ഒക്കെ, പക്ഷേ ഇത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എന്താ പറയുക, സറൗണ്ടിങ്സ് അടിപൊളിയാണ്. സറൗണ്ടിങ്സ് പോലും ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാം. ഞാൻ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്തൊന്ന് ഉറങ്ങി. ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ നിന്നിട്ടേ ഉള്ളൂ. ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല കോടാണ്. എന്നിട്ട് ഞാൻ പുറത്തോടൊന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല കോടാണ്. പിന്നെ മഴയായിരുന്നു. മഴയായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ കിടന്നങ്ങ് ഉറങ്ങി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം.
ആദ്യം മേളിൽ കയറി അത് കഴിഞ്ഞ് താഴോട്ടിറങ്ങി വന്നേക്കാണ്. പിന്നെ ഇനി എവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ വണ്ടി ഇത് കണ്ടോ, ഇത് ചവിട്ടി വേണം അങ്ങോട്ട് ഇറങ്ങാനായിട്ട്. ഞാൻ ആക്ച്വലി ഇറങ്ങുന്നില്ല കേട്ടോ, കാരണം മഴയൊക്കെ ആയിട്ട് തെന്നലായിട്ടിരിക്കുക. ഞാൻ ചിലപ്പോഴേ ഇറങ്ങുള്ളൂ. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ സ്റ്റേയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഇത് നമുക്ക് സ്വന്തമാണ്, ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റിയൊരു റിവർ സൈഡാണ്. വേറെ ആരും വരില്ല, നശിപ്പിക്കാനും വരില്ല, ആരും ശല്യം ചെയ്യാനും വരില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണിത്. പിന്നെ ഈ പാറകളിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഭയങ്കരമായിട്ട് സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫാണ്, എന്നാൽ സേഫ് അല്ലാതാനും. കാരണം നമുക്ക് സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ പാറയൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചും തെന്നാതെയൊക്കെ നമുക്ക് ഇറങ്ങിയാൽ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ മേലോട്ട് പോകാൻ ഇറങ്ങിയില്ല, കാരണം നല്ല തെന്നലുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കാൻ നോക്കിയിട്ട് തന്നെ തെന്നി. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇച്ചിരി ചോളം കഴിക്കാനായിട്ടൊരാഗ്രഹം, സ്വീറ്റ് കോൺ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഒന്ന് പുറത്തോട്ടൊക്കെ പോയി സ്വീറ്റ് കോണൊക്കെ തപ്പി കഴിച്ചിട്ട് വരാം, അല്ലെ വാങ്ങിയിട്ട് വരാം എന്ന്. അപ്പോൾ നമുക്ക് സ്വീറ്റ് കോൺ വാങ്ങാൻ പോവാം. ഇനി മല കയറണമല്ലോ ദൈവമേ എന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പടണ മേതൂണ്. ഇവിടെ ഫുള്ള് കൃഷിയാണ്, ഫുള്ള് കൃഷിയാണ്. അന്ന് വന്നപ്പോൾ അച്ഛൻ എല്ലാ മരത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രാമ്പു ഉണ്ട്, ഏലക്ക ഉണ്ട്, അതേപോലെ കറുവപ്പട്ട ഉണ്ട്, അതിൻ്റെ ഒക്കെ മരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പം നമുക്ക് കയറാം, കയറിയിട്ട് ചോളം തപ്പിയിറങ്ങും. ചോളം നമ്മളങ്ങനെ ചോളം തപ്പി ഇറങ്ങിയേക്കാണ് ഗൈസ്. വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡിൽ മൊത്തം പൊടിയും ചെളിയൊക്കെയാണ്. മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്കും അത് ചള്ളയായിട്ട് മാറിയിട്ട് നമുക്ക് ഒരു സ്ലിപ്പറി ആയിട്ടാണ് കിടക്കുന്നത്. തെന്നാൻ ഒരു നല്ല രീതിയിൽ ചാൻസ് ഉള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ വരുന്നവർ സൂക്ഷിച്ച് വരിക. ഞാൻ ചുട്ട ചോളം തപ്പി നടന്ന് എനിക്ക് കിട്ടി കഴിച്ചു. ചുട്ട് തരാൻ നീ അച്ഛൻ പറഞ്ഞു. ബാക്കി എല്ലായിടത്തും പുഴുങ്ങിയ ചോളമായിരുന്നു, എനിക്ക് ഒരു ചുട്ട് തരാൻ പറഞ്ഞു. നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യാണ്. സ്റ്റേക്കേഷനാണ് ഉദ്ദേശിച്ചത്. ചോളം കഴിക്കാൻ വേണ്ടി മൂന്നാറ് വരെ വരേണ്ടി വന്നു. ഇനിയിപ്പോൾ നാളെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്ന് നോക്കണം, ക്ലൈമറ്റ് അനുസരിച്ച്. കാരണം ഇപ്പോൾ മഴ ഉണ്ടായിരുന്നു. നാളത്തെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ ഈ സ്റ്റേ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം തോന്നുന്നവർ മാക്സിമം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അടിപൊളി സ്റ്റേ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ. നമ്മളിത് മൂന്നാർ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. ഇത് മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കരമായിട്ട് കോട ഇറങ്ങിയേക്കായിരുന്നു. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കോട ഇറങ്ങിയേക്കായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ചെറിയ രീതിയിൽ ലൈറ്റ് കാണാൻ പറ്റുന്നത്, അല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നല്ല രസമാണ്, നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷം ഈ കോള കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ ഇത് കാണിച്ചില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കൂടെ എടുത്തതാണ് എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടോ. ഇപ്പം മൂന്നാർ വരാൻ
പറ്റിയ സമയമാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ എൻ്റെ ഈ വീഡിയോ സൈൻ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മൂന്നാർ പോയിട്ടുള്ളവർ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന സ്ഥലമൊക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ ഇനി അടുത്ത പ്രാവശ്യം മൂന്നാർ പോകുമ്പോൾ അതെല്ലാം കവർ ചെയ്ത് വീഡിയോ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.